ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ബുള്ളറ്റ് ഫിസിക്സ്. എൻ്റെ പേര് സൽമാനുൽ ഫാരിസ് കെ. നമ്മൾ SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് അതിന്റെ പാർട്ട് 1 പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 2 എന്തൊക്കെയാണ് പഠിച്ചത്? ഫോഴ്സ്, വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. പാർട്ട് 2 ഇട്ടിട്ട് ഒരു 2-3 മാസമായി. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ പാർട്ട് 3യുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും കാലം എവിടെയാണ് സാറേ? എടാ, ലൈഫ് ഹാപ്പൻസ്. ഞാൻ വളരെയധികം പ്രശ്നങ്ങൾക്ക് ഇടയിലാണ്, അതിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോ സൗണ്ട് വേവ്സിന്റെ പാർട്ട് 3 വേവ് മോഷൻ. എന്താ ചാപ്റ്ററിന്റെ പേര്? സൗണ്ട് വേവ്സ്. അതിന്റെ സൗണ്ടിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ വേർഡ് വേവ്സ്, അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പൊ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ചെറിയൊരു കാര്യം പഠിക്കാനുണ്ട്. മീഡിയം. എന്താ സാറേ മീഡിയം? ഞാൻ പറഞ്ഞുതരാം. മീഡിയം എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ട്. ബൈക്കിന് ട്രാവൽ ചെയ്യണമെങ്കിൽ, ബൈക്കിന് യാത്ര പോകണമെങ്കിൽ എന്ത് വേണം? ആസ് എ പാർട്ട് ഓഫ് ജനങ്ങളെ ദ്രോഹിക്കൽ, എഥനോൾ കുത്തിക്കയറ്റിയ ഫ്യൂല് വേണം. അതല്ല, ബൈക്കിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു റോഡ് വേണം. വേണ്ടേ? എന്ത് വേണം? റോഡ് വേണം. റോഡിൽ കൂടിയാണ് ബൈക്ക് ട്രാവൽ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി റോഡിൽ കൂടി മാത്രമാണോ ബൈക്ക് ട്രാവൽ ചെയ്യുക? റോഡില്ലെങ്കിലും മണ്ണും കൂടി ട്രാവൽ ചെയ്യൂലേ? ഓഫ് റോഡ്. ഓക്കെ, എൻ്റെ കയ്യിൽ വീണ്ടും ഒരു ബൈക്ക് ഉണ്ട്. ഓഫ് റോഡ് കൂടി ട്രാവൽ ചെയ്തൂടെ? ചെയ്യാം. മണ്ണ് കൂടിയും എന്തിന് ട്രാവൽ ചെയ്യാം? ട്രാവൽ ചെയ്യാം. ഇനി വീണ്ടും എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ട്. ആ ബൈക്കിന് റോഡ് കൂടിയ, മണ്ണ് കൂടിയ, പിന്നെ എന്ത് കൂടി ട്രാവൽ ചെയ്യാം? കല്ലുമ്മ കൂടി ട്രാവൽ ചെയ്തൂടെ? കരിങ്കല്ലുമ്മ കൂടി ട്രാവൽ ചെയ്തൂടെ? അല്ലെങ്കിൽ ഇന്റർലോക്ക് ആ സംഭവങ്ങൾ കൂടി ട്രാവൽ ചെയ്തൂടെ? ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ അത് കൂടിയും ട്രാവൽ ചെയ്യാം. റോഡ് കൂടി ട്രാവൽ ചെയ്യാം, മണ്ണ് കൂടി ട്രാവൽ ചെയ്യാം, പിന്നെ കല്ലുമ്മ കൂടി ട്രാവൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈക്കിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പാത്ത് വേണം, അല്ലെങ്കിൽ ഒരു വഴി വേണം. വേണ്ടേ? അതുണ്ടെങ്കിലേ ബൈക്കിന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സാമ്പിൾ പറയാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, എന്നാലും കേൾക്കാം. അപ്പോട്ടെ, അപ്പൊ ബൈക്കിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പാത്ത് വേണം. വേണ്ടേ? അതിന്റെ പേരെന്താ? മീഡിയം. ഓക്കെ ഓക്കെ, ഞാൻ അയക്ക് വരാം. ഓക്കെ, അയക്ക് വരാം. ഈ വേവ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൗണ്ട് ഒരു വേവ് ആണല്ലോ. ഈ വേവ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു വഴി വേണം, ഒരു മീഡിയം വേണം. ഓക്കെ ഓക്കെ, അതുകൂടിയാണ് വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ വേവ് ട്രാവൽ ചെയ്യൂല. ബൈക്കിന് അതേ കേസ് തന്നെ. റോഡില്ലെങ്കിൽ, മണ്ണില്ലെങ്കിൽ, ഒരു സർഫസും ഇല്ല, ബൈക്കിന് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. അപ്പൊ എന്താ സാറേ മീഡിയം? എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അത് കൂടിയ വേവ് ട്രാവൽ ചെയ്യുന്നു. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അത് കൂടിയ വേവ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത്? മീഡിയം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി മീഡിയത്തിന് എക്സാമ്പിൾ എന്തൊക്കെയാ സാറേ? ഞാൻ പറഞ്ഞുതരാ. എയർ ഒരു മീഡിയാണ്. സൗണ്ട് എയർ കൂടി ട്രാവൽ ചെയ്തിട്ടാണ് ചെവിക്കെത്തുക. ഞാൻ മുമ്പ് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്റർസ്റ്റെല്ലാർ ഫിലിമില് ഒരു എക്സ്പ്ലോഷൻ, സ്പേസിൽ നിന്ന് സ്പേസ്ഷിപ്പ് ഒരു എക്സ്പ്ലോഷൻ നടക്കും. പെട്ടെന്ന് സൗണ്ടാണ് ഇല്ലാതാവും. അത് എഡിറ്റർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ? അല്ല. എന്തുകൊണ്ടാ? ഡയറക്ടർ ബ്രില്യൻസ് ആണ്. എടാ, സ്പേസിൽ നിന്ന് എക്സ്പ്ലോഷൻ നടക്കുമ്പോ എയർ എസ്കേപ്പ് ആവും. ഓക്കെ, ഗ്യാസ് എസ്കേപ്പ് ആവും. പിന്നെ സൗണ്ട് കേൾക്കുവോ? ഇല്ല. എന്തുകൊണ്ടാ? മീഡിയ എസ്കേപ്പ് ആയി. പിന്നെ സൗണ്ട് വരുമോ? ട്രാവൽ ചെയ്യൂല. എയർ എന്താ? ഒരു മീഡിയാണ്. പിന്നെ വേറെ വെള്ളം ഒരു മീഡിയാണ്. നിങ്ങൾ കുളത്തേക്ക് ഡൈവ് ചെയ്തു, ആരെങ്കിലും കല്ലൊക്കെ നിലത്തേക്ക്, വലിയ കല്ല് നിലത്തേക്കിടാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, പിന്നെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് കേൾക്കാം, വേറെ ഒരാൾക്ക് കേൾക്കാം. വാട്ടർ എന്താ? ഒരു മീഡിയാണ്. ഓക്കെ അല്ലേ? പിന്നെ വേറെ ഏതാ മീഡിയം? റോപ്പ്, കയറ്. റോപ്പ് എങ്ങനെ സാറ് മീഡിയം ആണോ? ഇവിടെ വേവ് ട്രാവൽ ചെയ്യോ? ഞാൻ കാണിച്ചാ. വണ്ടിയിലെ വേവ് ട്രാവൽ ചെയ്യുന്നത് ത്രൂ റോപ്പ് അല്ലെങ്കിൽ സ്ട്രിങ്. ഓക്കെ, റോപ്പ് ഒരു മീഡിയാണ്. ഓക്കെ, അത് കൂടി വേവിന് ട്രാവൽ ചെയ്യാം. പിന്നെ ഏതാ? സ്ലിങ്കി. സ്ലിങ്കി എന്താ? ഒരു മീഡിയാണ്. സ്ലിങ്കിങ് കൂടിയ എന്തിന് ട്രാവൽ ചെയ്യാം? വേവിനെ ട്രാവൽ ചെയ്യാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വെക്കട്ടോ. ഇത് പഠിക്കണമെന്നൊന്നുമില്ല. മീഡിയം എന്താ? മെറ്റീരിയൽ ഓർ എ സബ്സ്റ്റൻസ് ത്രൂ വിച്ച് വേവ് ട്രാവൽസ്. വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ആര് വേണം? എന്തെങ്കിലും ഒരു മീഡിയം വേണം. എല്ലാ വേവിനും വേണ്ട, അത് വേറെ കേസ്, അത് ഞാൻ പറയും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സൗണ്ടിനെ പറ്റിയുള്ള പഠിക്കുന്നത്. സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്നാ രണ്ടാമത്തെ ബുള്ളറ്റ് എന്താ? മീഡിയം എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പൊ പറഞ്ഞ എയർ, വാട്ടർ, റോപ്പ്, സ്ലിങ്കി, അതൊക്കെ എന്താ? ഒരു മെറ്റീരിയൽ ആണ് അല്ലെ? അല്ലെങ്കിൽ എന്താ? മാറ്റർ ആണ്. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തുകൊണ്ടാ? പാർട്ടിക്കിൾസ്. ഓക്കെ, പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? മീഡിയം ഉണ്ടാക്കിയിട്ടുള്ളത്. മീഡിയം 3 ടൈപ്പ് ഉണ്ട്. അത് നമുക്കറിയില്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡില് പാർട്ടിക്കിൾസ് ഇങ്ങനെ ടൈറ്റ്ലി കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്തിരിക്കും. ഓക്കെ, ഓൾക്ക് എന്ത് ചെയ്യാം? അനങ്ങാതിരിക്കാണോ? അല്ല, ഓൽ എന്ത് ചെയ്യുന്നുണ്ട്?
വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ തമ്മിൽ ഫോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്റർമോളിക്കുലാർ അല്ലെങ്കിൽ ഇന്റർ അറ്റോമിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ട. സോളിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കുറെ പാർട്ടിക്കിൾസ് ടൈറ്റ്ലി അറേഞ്ച്ഡ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദാറ്റ് ക്യാൻ വൈബ്രേറ്റ്. ഇനി ലിക്വിഡ് ആണെങ്കിലോ അതേ പാർട്ടിക്കിൾസ് കുറച്ചൊന്ന് വുട്ടാണ്. ഓക്കെ, ഓൾ അടുത്തടുത്ത് ഇരിക്കുന്നില്ല, കുറച്ച് വുട്ടാണ്. അതുകൊണ്ടല്ല അത് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ വൈബ്രേറ്റ്, അല്ലെങ്കിൽ ഓലും എന്താ ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓല് മൂവ് പാറി നടക്കുന്നുണ്ട്. ഓക്കെ, ഗ്യാസിലാവുമ്പോ പാർട്ടിക്കിൾസ് കുറെ ദൂരെയാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാ? നല്ലോണം പറക്ക അല്ലേ? വൈബ്രേറ്റ് ചെയ്യാ, പറക്ക. ഓക്കെ, ഫ്ലോ ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓൽക്കും എന്ത് ചെയ്യാൻ പറ്റും? വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒന്നെങ്കിൽ അട്രാക്ഷൻ, റിപ്പൾഷൻ, ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, എന്തിനാ സാർ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ ചാപ്റ്ററിൽ ഉണ്ടോ? ഞാൻ വരാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒരു മീഡിയം എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? മീഡിയം ഇസ് കമ്പോസ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ വൈബ്രേറ്റ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? എന്നാ അടുത്ത പോയിന്റ് എന്താ? ഇനിയാണ് നമ്മൾ മെയിൻ പാർട്ട്, വേവിലേക്ക് കിടക്കുന്നത്. നമുക്ക് കിടക്കാം, നേരിട്ട് കിടക്കാം. വേവ് എന്ന് വെച്ചാൽ ഒരു എനർജിയാണ്, ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതിങ്ങനെ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും, അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. എവിടുന്ന് എങ്ങോട്ട്? ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ട്രാവൽ ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു എനർജി, അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ആണ് എന്ത്? വേവ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ വേവ് ഇങ്ങനെ ഒരു മീഡിയത്തിന്റെ വേറൊരു ഭാഗത്തു നിന്നും വേറെ മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും. അങ്ങനത്തെ എനർജി, അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസിന് വിളിക്കുന്ന പേരാണെന്ത്? വേവ്. ഇനി എങ്ങനെയാ അത് ട്രാവൽ ചെയ്യാ? ത്രൂ ഓസിലേഷൻ. എന്താ സാറേ ഓസിലേഷൻ? പാർട്ട് 1 കൊണ്ടിട്ട് വരാം. അപ്പോ ഒരു മീഡിയം ഉണ്ട് എന്ന് വെച്ചാൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, അതല്ലേ മീഡിയം. ഓക്കെ അല്ലേ? ആദ്യത്തെ ചുവപ്പ് കളറുള്ള പാർട്ടിക്കിൾ, എന്തിനാ സാറേ അതിന് കളർ എടുത്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിക്കിൾ. ലാസ്റ്റ് പാർട്ടിക്കിളോ അതിന് ഞാൻ പർപ്പിള് വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ടിക്കിളിനെ ഞാൻ ഒന്ന് തട്ടി ഒന്നുള്ളി മാന്തിരിച്ച്. എന്താ സാറേ അങ്ങനെയൊക്കെ പറയുന്നത്? ഫിസിക്സിൽ അങ്ങനെയൊക്കെ വേർഡ് ഉണ്ടോ? എടാ നേക്കാക്കി പറയാം. ഓന് ഞാനൊരു എനർജി കൊടുത്തു, അപ്പൊ ഓനെ അടങ്ങിക്കോ? ഒരാളെ അടിച്ചാല് ഓൻ അടങ്ങിക്കോ? അല്ല, മൂവ് ചെയ്യും. ഓക്കെ അല്ലേ? ഓനൊന്ന് എന്താവും? ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ഓന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് ഓനും കൂടിയും വലിച്ചു കൊണ്ടുപോകും. എടാ നമ്മള് കോളേജ് സ്കൂളിലെ കാര്യം കൊടുക്കുമ്പോ മറ്റോനും കൂടിയും കൊടുക്കൂലേ? അതേപോലെ ഇവങ്ങോട്ട് മൂവ് ചെയ്യുമ്പോ മറ്റോനും കൂടിയും കൊണ്ടുപോകും. എന്തുകൊണ്ടാ? ഒരു തമ്മിൽ എന്തുണ്ട്? അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ട്, ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ മൂവ് ചെയ്താലേ മറ്റോനും കൂടിയും വലിച്ചോണ്ടാവും. ഓനോ അടുത്താളും കൂടിയും വലിച്ചോണ്ടാവും, ഓനോ അടുത്താളും കൂടിയും വലിച്ചോണ്ടാവും. ഞാൻ കാണിച്ചതാ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത്? ആ എനർജി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുക. എടാ എനർജി കുറച്ച് നേരം പോവും, പിന്നെ നിൽക്കും, പിന്നെ കുറച്ചു നേരം പോവും, പിന്നെ നിൽക്കും. അങ്ങനല്ല കേട്ടോ. കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി ത്രൂ ഓസിലേഷൻ. അതാണ് എന്ത്? വേവ് മോഷൻ. ഓക്കെ, എന്താ സാറേ അങ്ങനെ പോണത്? എന്തോ ഒരു സാധനം അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അങ്ങോട്ടോ അങ്ങ് പോകുന്നുണ്ട്. എന്താണത്? അതാണെന്ത്? എനർജി. ആ എനർജി, ആ കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി ത്രൂ ഓസിലേഷൻ. എടാ ഈ പാർട്ടിക്കിൾസ് ഒക്കെ നോക്ക്, ഓസിലേറ്റ് ചെയ്യാണ് അല്ലേ? ത്രൂ ഓസിലേഷൻ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? വേവ് മോഷൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്നാ അടുത്ത പോയിന്റ് എന്താ? പാർട്ടിക്കിൾസിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല. സാറേ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നുണ്ടല്ലോ, അതെന്താ? ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, ബട്ട് പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. എടാ ആദ്യത്തെ പാർട്ടിക്കിളിന് കൊടുത്ത എനർജി അതിങ്ങനെ ആദ്യത്തെ പാർട്ടിക്കിൾ ഇങ്ങനെ പാറി ചെന്ന് അവസാനത്തെ പാർട്ടിക്കിളിന് എനർജി കൊടുക്കാനോ? എനർജി അവസാനത്തെ പാർട്ടിക്കിളിന് കിട്ടിയില്ലേ? ആണോ? ഫസ്റ്റ് പാർട്ടിക്കിൾ പറഞ്ഞു എന്നുകൊണ്ടാണോ സെക്കൻഡ് പാർട്ടിക്കിൾ ലാസ്റ്റ് പാർട്ടിക്കിളിന് എന്ത് കൊടുക്കുന്നത്? എനർജി കൊടുക്കുന്നത്? അല്ല. ആണോ? അല്ല. ആദ്യത്തെ പാർട്ടിക്കിള് നിന്നോട്ട് നിന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. അപ്പൊ മറ്റോ അടുത്തിരിക്കണോനും കൂടി ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. ഓൻ അടുത്തിരിക്കണോനെ. അപ്പൊ അങ്ങനെയാണ് എനർജി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പാർട്ടിക്കിളിന് എന്തില്ല? പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. എന്ന് വെച്ചാൽ ഓന് ആ മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഓൻ നിന്നോടത്ത് നിന്ന്, ഞാൻ കാണിച്ചരാ, നിന്നോടത്ത് നിന്ന് ഓൻ എന്താ? എടാ പാർട്ടിക്കിളിനെ നോക്ക്, ഓൻ നിന്നോടത്ത് നിന്ന് ഓസിലേറ്റ് ചെയ്യാണ്. ഓന്റെ മേത്ത് കൂടിയാണ് എനർജി ഇങ്ങനെ പാസ് ചെയ്യണം. അപ്പൊ പാർട്ടിക്കിളിന് എന്തില്ല? പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, അതല്ലേ ഓസിലേഷൻ. ബട്ട് പാർട്ടിക്കിളിന് എന്തില്ല? പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, പാർട്ടിക്കിള് നിന്നോട്ട് നിന്ന് ഓസിലേറ്റ് ചെയ്യാണ്, വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്തിട്ട് എനർജി കൊടുക്കുന്നില്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്നാ വേറൊരു കേസും കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. വേറൊരു മീഡിയം
ആ മീഡിയത്തിൽ കുറച്ച് വിട്ടാണ് നിൽക്കുന്നത്. ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ്, ആ സോളിഡും പറ്റും. ഓക്കെ അല്ലേ? ഇനി ആദ്യത്തെ പാർട്ടിക്കിൾ, ആ കളർ കൊടുത്ത ചുവപ്പ് പാർട്ടിക്കിൾ, അതിന് ഞാൻ എനർജി കൊടുക്കുകയാണ്. ഓൻ അങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. നേരത്തെ വെർട്ടിക്കൽ ആയിട്ട്, ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യത്തെ പാർട്ടിക്കിൾ ഞാൻ നുള്ളി മന്ദിപ്പിച്ച് ഓക്കെ കൊടുത്തു. മറ്റുള്ള പാർട്ടിക്കിളിന് കൊടുത്തു. അടുത്ത പാർട്ടിക്കിളിന് കൊടുത്തു. അടുത്ത പാർട്ടിക്കിളിന് കൊടുത്തു. അങ്ങനെ അങ്ങനെ ലാസ്റ്റ് പാർട്ടിക്കിൾ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് പാർട്ടിക്കിൾ എന്ത് കിട്ടി? എനർജി കിട്ടി. അപ്പൊ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. ഇതും എന്താ? വേവ് മോഷൻ അല്ലേ? ആണ്. ഇതും എന്താ? വേവ് മോഷൻ ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ വാലിഡ് ആണോ നോക്കാം. എനർജി ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ദി പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണോ? ഒരു പാർട്ടിക്കിളിന് എടുത്തു, നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. ആദ്യത്തെ പാർട്ടിക്കിൾ പറഞ്ഞു തന്നിട്ടല്ല ലാസ്റ്റ് പാർട്ടിക്കിൾ എനർജി കൊടുക്കുന്നത്. ഓക്കെ, ആ പാർട്ടിക്കിളിനെ നോക്കാം. ഓന് നിന്നോർത്ത് നിന്നിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ടു ആൻഡ് ഫ്രോം മോഷൻ പാർട്ട് 1 കണ്ടിട്ട് വരാം. ഓക്കെ, ഓൻ നിന്നോർത്ത് നിന്നിട്ടാണ് എന്ത് ഓസിലേറ്റ് ചെയ്യണത്. അങ്ങനെയാണ് ഓന്റെ മേത്ത് കൂടെ എനർജി പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതും വേവ് മോഷൻ ആണ്. അപ്പൊ വേവ് മോഷൻ എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി ത്രൂ ഓസിലേഷൻ. എടാ, ഇവിടെ ഓസിലേഷൻ ആണ് നടക്കുന്നത് അല്ലേ? ഒരാൾ ഓസിലേറ്റ് ചെയ്യാ, മറ്റാളും കൂടി ഓസിലേറ്റ് ചെയ്യിപ്പിക്കും, അടുത്ത ആളും കൂടി ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് എന്ത്? വേവ് മോഷൻ. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? എന്നാൽ നമുക്ക് വേവ്സിനെ കുറച്ച് എക്സാമ്പിൾ പഠിക്കാം. ഏതൊക്കെ? സൗണ്ട് വേവ്സ്. സൗണ്ട് എന്താ? ഒരു വേവ് ആണ്. എടാ, സൗണ്ട് വൻ സംഭവമാണ്. അതുകൊണ്ടാണല്ലോ ഒരു ചാപ്റ്റർ തന്നെ അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. സൗണ്ട് എന്താ? ഒരു എനർജിയാണ്. അതെങ്ങനെ ട്രാവൽ ചെയ്യാ? ത്രൂ ഓസിലേഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സൗണ്ട് എന്താ? ഒരു എനർജിയാണ്. ത്രൂ ഓസിലേഷൻ വഴിയാണ് എന്ത് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഒന്നാമത്തെ എക്സാമ്പിൾ സൗണ്ട് വേവ്സ്. രണ്ടാമത്തെ എക്സാമ്പിൾ ലൈറ്റ് വേവ്സ്. ലൈറ്റ് എന്താ? ഒരു വേവ് ആണ്. അപ്പൊ സാറേ, ഞങ്ങൾ എവിടെ കേട്ടിട്ടുണ്ട് ലൈറ്റ് പാർട്ടിക്കിൾ ആണ്. ലൈറ്റ് രണ്ടും ആണ് കേട്ടോ. ലൈറ്റ് എന്താ? വേവ് ആണ് പാർട്ടിക്കിൾ ആണ്? വേണ്ട. ലൈറ്റ് എന്താ? ഈ ചാപ്റ്ററിൽ ഇങ്ങനെ പഠിക്കുക. ലൈറ്റ് എന്താ? വേവ് ആണ് കേട്ടോ. ഓക്കെ, ലൈറ്റ് വേവിന് എക്സാമ്പിൾ ആണ്. ലൈറ്റിന് മീഡിയത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ സാറേ അവിടെ ഓസിലേറ്റ് ചെയ്യുന്നത്? സാധാരണ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് അല്ല ഓസിലേറ്റ് ചെയ്തത്, എന്നിട്ടല്ലേ എനർജി പാസ് ചെയ്യുന്നത്. എന്നാൽ ലൈറ്റിന്റെ കേസിൽ ഓസിലേറ്റ് ചെയ്യുന്നത് ആരാ? ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾ പഠിക്കണ്ട, കുറച്ച് വലിയ സംഭവമാണ്. പോട്ടെ, ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ബട്ട് ലൈറ്റ് എന്താ? വേവ് ആണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാ വേവ് ആയത്? എനർജിയാണ്. കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി ത്രൂ ഓസിലേഷൻ വഴിയാണ് എന്ത് ട്രാവൽ ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലൈറ്റിനെ എവിടെ കൊണ്ടിടും? വേവിന്റെ അടി കൊണ്ടിടും. ലൈറ്റ് എന്താ? വേവ് ആണ്. അടുത്ത എക്സാമ്പിൾ വാട്ടർ റിപ്പിൾസ്. എടാ, ഒരു വെള്ളത്തേക്ക് നമ്മൾ കല്ലിട്ടു, അനങ്ങാതെ കുളം, സ്വിമ്മിംഗ് പൂള്, അതിന്റെ ഒരു ഭാഗത്തേക്ക് കല്ലിട്ടു. അപ്പൊ അവിടെയാണ് എനർജി കൊടുത്തത്. ബട്ട് ഓളം വെട്ടും അല്ലെ? ആ ഓളം, ആ എനർജി ഇങ്ങനെ ട്രാവൽ ചെയ്യും, അങ്ങേ തലക്കെത്തും. എന്താ അത്? വേവ് മോഷനാണ്. വാട്ടർ റിപ്പിൾസ് എന്താ? വേവ് ആണ്. ഓക്കെ അല്ലേ? ഒരു ഭാഗത്താണ് എനർജി കൊടുത്തത്, അപ്പൊ ആ ഭാഗം ഓസിലേറ്റ് ചെയ്യും. അടുത്ത ഭാഗത്തിന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കും, അടുത്ത ഭാഗത്തിന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യും ത്രൂ ഓസിലേഷൻ. എന്താ? വാട്ടർ റിപ്പിൾസ് വേവ്സിന് എക്സാമ്പിൾ ആണ്. എന്നാ അടുത്തത് ഇവിടെ ആയിട്ടില്ല. റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് ലൈറ്റിന്റെ അതേപോലെയാണ് കേട്ടോ. എടാ, ലൈറ്റ് കുറെ വേറെയും കുറച്ച് റേഡിയേഷൻ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട്. മറന്നോ? റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ, അതൊക്കെ എന്താ? വേവ് ആണ്. അതിലൊരു വേവാണ് എന്ത്? റേഡിയോ വേവ്സ്. ഓക്കെ, സാധാരണ നമ്മള് വയർലെസ് അല്ലെങ്കിൽ റേഡിയോസില് FM, AM അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ റേഡിയോ കേൾക്കൂലേ, അല്ലെങ്കിൽ വയർലെസ് ചെയ്തിട്ട് ടോക്ക് ചെയ്യൂലേ, അതൊക്കെ എന്താ? റേഡിയോ വേവ്സിന്റെ സഹായത്തിൽ കൂടിയാണ്. ആ റേഡിയോ വേവ്സ് എന്താണ്? വേവ് ആണ്. അതെങ്ങനെ ട്രാവൽ ചെയ്യുക? ഓസിലേഷൻ. ആരാ സാറേ അവിടെ ഓസിലേറ്റ് ചെയ്യുന്നത്? എയർത്തെ മീഡിയ ആണോ അല്ലെങ്കിൽ ലിക്വിഡത്തെ മീഡിയ ആണോ? അല്ല, ഓൾക്ക് എന്താ മീഡിയത്തിന്റെ ആവശ്യമില്ല. അത് ഞാൻ അടുത്ത പാട്ടിൽ പറയും. 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. പോട്ടെ, റേഡിയോ വേവ്സ് എന്താ? വേവ്സിന് എക്സാമ്പിൾ ആണ്. ആരാ അവിടെ ഓസിലേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടും ഉണ്ട് കേട്ടോ. റേഡിയോ വേവ്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വേവ്സ്. എന്നാ ലാസ്റ്റ് എക്സാമ്പിൾ എന്താ? സീസ്മിക് വേവ്സ്. അതാ വെനസ്വേല ഭൂകമ്പം ഉണ്ടായില്ലേ ഇപ്പടുത്ത്. അതെങ്ങനെ? ഭൂമിക്കുലുക്കം, എർത്തുകേക്ക് എന്താ? വേവാണ്. ഓക്കെ, അതെന്താ? ഒരു വേവ് മോഷനാണ്. ആരാ സാർ അവിടെ വേവ് ഓസിലേറ്റ് ചെയ്യുന്നത്? എടാ, നിങ്ങൾ കാണുന്നില്ലേ? എർത്തിന്റെ ആ സർഫസ്, മോൾട്ടൻ റോക്ക്, മണ്ണ്, ആ സംഭവം, അതാണ് എന്ത്? ഓസിലേറ്റ് ചെയ്യണത്. ക്രസ്റ്റോ, നമ്മളൊക്കെ ജിയോളജി അറിയില്ല. ജിയോളജി ജോഗ്രഫി പോട്ടെ, മോളി ഫിസിക്സ്. സീസ്മിക് വേവ്സ് എന്തിന് എക്സാമ്പിളാ? വേവ്സിന് എക്സാമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രഭവ കേന്ദ്രം, അതിന്റെ ഇംഗ്ലീഷ് എന്താ അറിയില്ല, ഞാൻ മലയാളം മീഡിയ ആയിരുന്നു. പ്രഭവ കേന്ദ്രം, അവിടുന്നാണ് എന്ത്?
ആ എനർജി ഉണ്ടാവുക. അതാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളടത്ത് എത്തുക. ഓക്കെ, അങ്ങനെയാണ് ഭൂമികൾക്ക് ഉണ്ടാവുക. ആരാണോ അവിടെ ഓസിലേറ്റ് ചെയ്യുന്നത്? എർത്തിന്റെ ആ സർഫസ്, മോൾട്ടൻ ആ സംഭവം റോക്ക്, അതാണ് എന്ത് ഓസിലേറ്റ് ചെയ്യുന്നത്. സീസ്മിക് വേവ്സ് എന്താ? വേവ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാ അടുത്ത ബുള്ളറ്റ് പോയിന്റ് കഴിഞ്ഞോ? അപ്പൊ ഇത്ര ഉള്ളു എന്ത് ഈ പാട്ട്. ഓക്കെ, അപ്പൊ അടുത്ത പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ബൈ.